എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി സ്പെഷ്യൽ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് കറിക്ക് കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു അളവിലൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം പോയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കിനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ എരിവുള്ള സാധാ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പേസ്റ്റ് ആണെങ്കിൽ അതായാലും മതിയാവും. നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഓരോ കുക്കറിലും പല രീതിയിലാണ് വേവ്, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 വിസിൽ അടിച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ ബീഫ് കോരിയെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ കോരിയെടുത്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, 2 സൈഡും കൂടെ കൂടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ബീഫൊക്കെ നല്ലവണ്ണം വെന്തതാണ്, അപ്പോൾ വേവിച്ചെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതിയാവും. അങ്ങനെ ഞാൻ ഒരു സൈഡ് ആയപ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഓവറായിട്ട് കുക്ക് ചെയ്ത് ഇത് അങ്ങ് ഹാർഡാക്കി കളയരുത്. അപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് അതിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ദാ ഇവിടെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് കോരി മാറ്റാം. അപ്പോൾ സവാളയെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അതിനുശേഷം കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ടും കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി ബേ ലീഫും പൊടിക്കാത്ത ഓൾ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിന് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പകുതി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നന്നായി കുക്കായി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി 1/2 സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 2 തക്കാളി തീരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ബീഫിൽ മസാല ആകുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ട് മസാല എല്ലാം മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മസാല ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ പകുതി ഇതിലേക്കിനി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുക്കുക. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് പൊടിക്കാത്ത മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ ചതച്ച് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോഴേക്കും 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ ഞാനിവിടെ ഈ കുക്കറിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ കപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ല വളരെ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണേ ഉള്ളെങ്കിൽ ഇതുപോലെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. റൈസും വെള്ളവും ഒരേ ലെവലിൽ വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, മല്ലിയില, പുതിനയില, കാഷ്യൂനട്ട്, കിസ്മിസ്, പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത്രയൊന്ന് വെതറി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇത്ര ഇട്ടതിന് ശേഷം ഇതിലേക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് മുഴുവനായിട്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. അങ്ങനെ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. വിസിൽ വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. കറക്റ്റ് 20 മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആ ടൈം ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും. വെള്ളമെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ബിരിയാണി നമുക്ക് റെഡിയായി കിട്ടും. ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്.
നല്ല സ്മെല്ലും അടിപൊളി കളറൊക്കെ ആയിട്ടാണ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ സ്പെഷ്യലായിട്ടൊരു ബിരിയാണി തയ്യാറാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഈസ്റ്ററിന് സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് നിങ്ങളിത് തയ്യാറാക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.